മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറി ആവാൻ. സീറോ മലബാർ സഭയുടെ പ്രേക്ഷിത മുന്നണിയായ സെന്റ് തോമസ് മിഷണറി സൊസൈറ്റിയുടെ സുവർണ ജൂബിലി സമ്മാനം കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. യേശുനാഥൻ താതനയച്ചൊര പ്രേക്ഷിതൻ, അമ്മ മേരി സഹകാരിണി പ്രേക്ഷിത, അപ്പസ്തോലന്മാർ യേശു അയച്ചതാം പ്രേക്ഷിത, പ്രാണനേകിയ ആദ്യ ധീര രക്തസാക്ഷികൾ. പ്രേക്ഷിത വഴിയിൽ ചിന്തിണമൊഴുക്കി ഇന്നും അനേകം ധീര. പ്രേക്ഷിതർക്കായി അഞ്ജലി കൂപ്പാം എന്നെന്നും തിരുസവിധി. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. കൂട്ടുകാരൊപ്പം പാഠം പഠിക്കാം, പ്രേക്ഷിത പാതകളറിയാം. പ്രേക്ഷിത വയലിൽ വേലകൾ ചെയ്യാൻ നാഥനോടൊപ്പം പോകാം. ഭൂമിതിലെങ്ങും സാക്ഷികളാകാൻ അയക്കപ്പെട്ടവർ നാം. കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ലവ് ദ മിഷൻ, കടുകുമണി അപ്പോസ്തലോയ് ഫോർ ദ മിഷൻ. പ്രിയ കൂട്ടുകാരെ, മിഷനെ അറിയാൻ, മിഷനെ സ്നേഹിക്കാൻ, മിഷണറി ആവാൻ കടുകുമണി അപ്പസ്തലോയിയെ സ്നേഹിക്കുന്ന എല്ലാ കൊച്ചു കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി ഈ എളിയ പ്രോഗ്രാമിലേക്ക് ഹാർദമായ സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം, ഇന്ന് നമ്മൾ വിഷയമാക്കുന്നത് എന്തായിരിക്കാം? നിങ്ങൾ തന്നെ പറ. ആപ്പിളിൻ്റെ കൊട്ട കണ്ടപ്പോൾ, അത് നിറച്ച ആപ്പിൾ കണ്ടപ്പോൾ നിങ്ങൾക്കൊരു സംശയമല്ലേ? എങ്ങനെയായാലും ആപ്പിൾ അല്ല നമ്മുടെ വിഷയം. എന്തായിരിക്കാം? ഒന്ന് ചിന്തിച്ചേ. പ്രലോഭനം. പ്രലോഭനം. പാപം. ആദവും ഹവ്വായും ഇതൊന്നുമല്ല. ഒരു കാര്യം ചെയ്യൂ, നിങ്ങളൊന്ന് ഓരോ ആപ്പിൾ കയ്യിലെടുത്തേ. ആപ്പിൾ കയ്യിൽ കിട്ടുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാവോ? അതിൻ്റെ ഭംഗിയൊന്ന് ആസ്വദിച്ചേ. അതിൻ്റെ മണം, അതിൻ്റെ ഷേപ്പ്, ഇതൊക്കെ ഒന്ന് ഭംഗിയായിട്ട് ആസ്വദിച്ചേ. എല്ലാവർക്കും കിട്ടിയോ? എനിക്ക് തന്നില്ലല്ലോ. എനിക്കൊണ്ടെന്താ? താങ്ക് യു. ഓക്കെ, ഈ ആപ്പിളിൻ്റെ ഷേപ്പ് കണ്ടിട്ട്, ഇതിൻ്റെ ആ ഒരു നല്ല മണം, ആ നല്ല കളർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? എന്തായിരിക്കാം ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം? വിശപ്പ്. രുചി. ഭക്ഷണം. മണം, സുഗന്ധം. ഇതൊന്നുമല്ല. ഒരു കാര്യം ചെയ്യേ, ഒരു ക്ലൂ കൂടി തരാം. ഇതൊന്ന് കടിച്ച് നോക്കിക്കേ. കടിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് ഒന്നറിഞ്ഞേ. അതിൻ്റെ ടേസ്റ്റ് ഒന്നറിഞ്ഞ്, അതിൻ്റെ സ്വാദൊന്നറിഞ്ഞ്. മധുരമുള്ളതാണോ? അതെ. നല്ല രുചിയുള്ളതാണോ? അതെ. എന്തായിരിക്കാം നമ്മുടെ ഇന്നത്തെ ചിന്താ വിഷയം? എന്തായിരിക്കാം നമ്മുടെ ഇന്നത്തെ വിഷയം? മധുരമല്ല. രുചി അല്ല. പറയട്ടെ, ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം സഹനമാണ്.
എന്താ അതിശയം തോന്നുന്നുണ്ടോ ഇത്രയും? കാരണം ഈ ആപ്പിളും സഹനമായിട്ട് എന്താ കണക്ഷൻ ഇരിക്കുന്നത്? സാർ ഈ ആപ്പിൾ സഹനായിട്ട് ഒരു ബന്ധവുമില്ല. ഒരു ബന്ധമില്ല അല്ലേ? ഇല്ല. മക്കളെ ശരിയാണ്. ദേ ഇത്രയും സുന്ദരമായ ആപ്പിള്, ഇത്രയും മണമുള്ള ആപ്പിള്, ഇത്രയും രുചിയുള്ള ആപ്പിള് കഴിച്ചോളൂ. പക്ഷേ ഈ ആപ്പിള് നമ്മുടെ കയ്യിലെത്തിക്കാൻ ഈ ആപ്പിൾ മരം സഹിക്കുന്ന ഒരു സഹനമുണ്ട്. ഈ ആപ്പിൾ മരത്തിന് നേരിടേണ്ടി വരുന്ന ഒരു സഹനമുണ്ട്. അത് ഞാൻ പറയാം. അതായത് ആദ്യമായിട്ട് ഈ ആപ്പിൾ മരത്തിന് അതിൻ്റെ ഇലകളെല്ലാം പൊഴിക്കണം. അതൊരു വേദനയാണ് അല്ലേ? ഇലകളെല്ലാം മഞ്ഞയായതെല്ലാം പൊഴിഞ്ഞു പോകും. പിന്നെ നഗ്നനായിട്ട് അങ്ങനെ നിൽക്കണം. ആ സമയത്താണ് കൃഷിക്കാരൻ വന്ന് ഈ മരത്തിൽ കയറി അതിൻ്റെ കമ്പുകളെല്ലാം മുറിച്ച് അതിനെ ഒരുക്കുന്നത്. അത് വീണ്ടും വേദനയാണ് അല്ലേ? അതിനുശേഷമാണ് ഏറ്റവും വലിയ തണുപ്പ് കാലം വരുന്നത്. ഏറ്റവും നല്ല മധുരമുള്ള ആപ്പിൾ ഉണ്ടാകുന്നത് ഏത് ആപ്പിൾ മരമാണോ ഏറ്റവും കൂടുതൽ മഞ്ഞിൽ നിൽക്കുന്നത്, മഞ്ഞണിഞ്ഞ് നിൽക്കുന്നത്. അപ്പോൾ മഞ്ഞുകാലം വരവായി. മരം കോച്ചുന്ന തണുപ്പത്ത് ആ ആപ്പിൾ മരം മഞ്ഞിൽ പുതഞ്ഞിങ്ങനെ നിൽക്കുകയാണ്. മഞ്ഞുകാലം കഴിഞ്ഞു, പിന്നെ ഇലകൾ വരും, പൂക്കൾ വരും, നല്ല ആപ്പിൾ വരും. സഹനമാണല്ലേ ഏകൻ? അതെ. ആ മഞ്ഞിലിങ്ങനെ തണുത്തുറഞ്ഞു നിൽക്കുന്ന ആപ്പിളിൽ നിന്നാണ് മെല്ലെ നാമ്പുകൾ പൊട്ടിപ്പുറത്തേക്ക് വരുന്നത്, പുതിയ ഫലങ്ങൾ ഉണ്ടാകുന്നത്. ഇനി അവസാനമോ തൻ്റെ ശരീരത്തിൽ നിന്ന് വേദനയോടെ ഇത് പറിച്ചെടുക്കാൻ ആപ്പിൾ മരം കർഷകനെ അനുവദിക്കണം. അതിനുശേഷം അത് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്ത് ചുമന്ന് നമ്മുടെ വീട്ടിലെത്തിച്ച് നമ്മുടെ കുട്ടയിലാക്കി നമ്മുടെ കൈകളിൽ വന്ന് നാം കടിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതിന് മണമുണ്ട്, ഇതിന് രുചിയുണ്ട്, ഇത് ടേസ്റ്റിയാണെന്ന്. നോക്കിക്കേ, ഈ ആപ്പിൾ മരത്തിൻ്റെ വലിയ സഹനം നമ്മുടെ കൈകളിൽ മധുരമായിട്ട് മാറുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ചെറുതും വലുതുമായ സഹനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ കൊണ്ടുവരുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ ആപ്പിളും സഹനവുമായിട്ട് ബന്ധമുണ്ടോ? ബന്ധമുണ്ട് അല്ലേ? ഇനി നമ്മൾ ചിന്തിക്കുന്നത് പല വ്യക്തികളുടെ ജീവിതങ്ങളിൽ എങ്ങനെയാണ് അവരുടെ ചെറുതും വലുതുമായ സഹനങ്ങൾ സന്തോഷമായി മാറിയത്, അത് പ്രേക്ഷിത പ്രവർത്തനത്തിന് കാരണമായി മാറിയത് എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ആദ്യമായിട്ട് നമുക്ക് പിതാവായ ദൈവത്തിൻ്റെ കാര്യം എടുക്കാം. തൻ്റെ ഏകപുത്രനെ നൽകാൻ തക്കവണ്ണം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. നോക്കിക്കേ, പിതാവായ ദൈവം ഒരു കുറുക്ക് വഴിയും സ്വീകരിക്കുന്നില്ല. സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കുകയാണ്. ആ സഹനം ഏറ്റെടുക്കുകയാണ്. മകനെ കുറച്ച് നാളത്തേക്ക് ഉപേക്ഷിക്കാനുള്ള ആ ഒരു സഹനം പിതാവായ ദൈവം ഏറ്റെടുക്കുകയാണ്. അതുപോട്ടെ, നിങ്ങൾക്ക് ആർക്കൊക്കെ അറിയാം സഹനത്തെക്കുറിച്ചുള്ള പാട്ടുകൾ? ആൽഫിക്കറിയാം, ജോസിനറിയാം, ചാക്കോച്ചനറിയാം. ചാക്കോച്ചനൊരു പാട്ട് പാടിക്കേ. കാരിരുമ്പാണികൾ കയ്യിൽ തറച്ചപ്പോൾ കനിവോടെ ക്ഷമയോടെ നീ സഹിച്ചു. കാരിരുമ്പാണികൾ കയ്യിൽ തറച്ചപ്പോൾ കനിവോടെ ക്ഷമയോടെ നീ സഹിച്ചു. മരക്കുരിശേറിയപ്പോൾ നെഞ്ചു പിടഞ്ഞപ്പോൾ, മരക്കുരിശേറിയപ്പോൾ നെഞ്ചു പിടഞ്ഞപ്പോൾ കരയാതെ തളരാതെ നീ സഹിച്ചു. കരയാതെ തളരാതെ നീ സഹിച്ചു. ഇതാണ് ഈശോയുടെ സഹനം. പിതാവിൻ്റെ സഹനത്തിന് ശേഷം ഈശോയുടെ സഹനം. സ്വർഗം ഉപേക്ഷിച്ച്, പിതാവിനെ ഉപേക്ഷിച്ച് ഈ ലോകത്ത് വന്ന് നമുക്ക് രക്ഷ നൽകാനായിട്ട് നമ്മെപ്പോലെ ഒരുവനായിട്ട് ജീവിക്കുന്ന ഈശോയുടെ പീഡാസഹനങ്ങൾ അല്ലേ? ഈശോയുടെ പീഡാസഹനമാണ് നമുക്ക് രക്ഷ നൽകുന്നത്. ഈശോ അനുഭവിച്ച വേദനകളാണ് നമുക്ക് രക്ഷ നൽകുന്നത് അല്ലേ? നമുക്ക് എല്ലാവർക്കും കൂടി ആ മനോഹരമായ പാട്ടൊന്ന് ഒന്നിച്ച് പാടിയാലോ? കരുണക്കൊന്തയുടെ ഒരു പാട്ടില്ലേ, പാടിയാലോ? ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളെ ഓർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവന്റെ മേൽ കരുണയുണ്ടാകേണമേ. ഈശോയുടെ തീവ്രമായ സഹനം നമുക്ക് രക്ഷ നൽകുന്നല്ലേ?
ഒരുപക്ഷെ സാധിക്കുമായിരുന്നു അല്ലേ? പക്ഷെ നമ്മുടെ ദൈവം, നമ്മുടെ ഈശോ ഒരു മജീഷ്യനല്ല. ഇങ്ങനെ ഒരു മാന്ത്രിക ദണ്ട് കാണിച്ച് എല്ലാവർക്കും രക്ഷയുണ്ടാകട്ടെ എന്ന് പറയാം. അതുകൊണ്ട് എന്താ അർത്ഥം? അവിടെ എവിടെയാണ് സ്നേഹം ഇരിക്കുന്നത്? ഉദാഹരണത്തിന് നിങ്ങളുടെ അമ്മച്ചി നിങ്ങളെ നോക്കി പറയാ, എൻ്റെ മോൻ്റെ വയറ് നിറയട്ടെ. അമ്മച്ചി ദൂരെ ടിവിയുടെ സീരിയൽ കണ്ടുകൊണ്ടിരുന്നിട്ട് എൻ്റെ മോൻ്റെ വയറ് നിറയട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അതിനകത്തൊരു സന്തോഷം ഇരിക്കുന്നത്? അമ്മച്ചി കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി അത് മോനെ വിളിച്ച് അത് നന്നായിട്ട് വിളമ്പി നമുക്ക് തരുമ്പോഴാണ് നമുക്ക് ആ സന്തോഷം, അല്ലേ? അതൊരു അനുഭവമാണ്. ആ ഒരു ചെറിയ ചെറിയ സഹനങ്ങൾ ഒന്നിച്ച് ചേരുമ്പോഴാണ് സന്തോഷമായി മാറുന്നത്. ഈശോയും നമ്മളിൽ ഒരാളായി ജീവിച്ച് നമ്മുടെ വേദനകൾ മനസ്സിലാക്കി ഈ ലോകത്തിൻ്റെ അവസാനം ഇവിടെയല്ല, നമ്മുടെ സഹനങ്ങൾക്കെല്ലാം അവസാനമായിട്ട് ഒരു സന്തോഷത്തിൻ്റെ ദിനം പിതാവായ ദൈവത്തിൻ്റെ കൂടെയുണ്ട് എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഈ ലോകത്തിലേക്ക് അവൻ സഹിക്കാനായിട്ട് വരുന്നത്. ഈ ആപ്പിളിൻ്റെ കാര്യം തന്നെ എടുക്കാം. ഒരുപക്ഷെ നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, ഞാനിത് ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന് നിങ്ങൾക്കിത് കഴിക്കാനായിട്ട് തന്നതാണെന്ന്. അല്ല, സത്യത്തിൽ അതല്ല. ഞാൻ ഹിമാചലിൽ ഒരു തോട്ടത്തിൽ പോയി ആപ്പിൾ മരത്തിൽ കയറി അത് പറിച്ച് പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറ്റി ട്രെയിനിൽ കയറ്റി വീണ്ടും ബസ്സിൽ കയറ്റി ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് തന്നതാണ്. ഞാൻ എന്തിനായിരിക്കും അതങ്ങനെ ചെയ്തത്? സ്നേഹമുള്ളതുകൊണ്ട്. അതല്ലെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി എനിക്ക് ഇവിടെ നമ്മുടെ ചന്തയിൽ നിന്ന് മേടിച്ച് നിങ്ങൾക്ക് കാണിക്കാം, അല്ലേ? പക്ഷേ നിങ്ങൾ നല്ല ആപ്പിൾ കഴിക്കണം, വിഷമടിക്കാത്ത മരത്തിൽ നിന്ന് പറിച്ച് നല്ല സാധനം കഴിക്കണം എന്നുള്ള ചിന്ത എൻ്റെ മനസ്സിലുള്ളതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് നിങ്ങൾക്കത് കൊണ്ടുതരുന്നത്. ഇത് കേട്ടിട്ട് നിങ്ങൾ ഇനി ആപ്പിൾ കടിക്കുമ്പോൾ നിങ്ങൾക്ക് അതിന് കുറച്ചും കൂടെ രുചികരമായിട്ട് അനുഭവപ്പെടും. ഈ സാറ് ഇത്രയും കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇത് കൊണ്ടുതന്നതാണല്ലോ. അതുതന്നെയാണ് ഈശോയും ചെയ്തത്. നമ്മളിൽ ഒരാളാകാൻ, നമ്മളോട് സ്നേഹം കാണിക്കാൻ. ഇനി ആരാ പാട്ട് പാടുന്നത്? ആൽഫി മോളാണല്ലേ, പാടിക്കോളൂ. മുൾമുടിയണിഞ്ഞു കൊണ്ടീശോ എൻ മുഖത്തൊരു മുത്തം നൽകി, മുള്ളുകളിൻ മുഖത്തെന്നും വിങ്ങുന്ന നൊമ്പരമേകി, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ, സ്നേഹത്തോടേകിയ മുത്തം വേദനയായി മാറിയപ്പോൾ, ആ വേദനയ്ക്കൊരു പേരു നൽകി ഞാൻ, അതിൻ പേരല്ലോ സഹനം, അതിൻ പേരല്ലോ സഹനം. ആ വേദനയ്ക്ക്, ഈശോയുടെ ഒരു വേദനയ്ക്ക് നമ്മളൊരു പേര് നൽകിയാൽ അതിൻ്റെ പേരാണ് സഹനം. നമ്മൾ ഈശോയോട്, എൻ്റെ ഈശോയെ എനിക്ക് എത്രമാത്രം കഷ്ടപ്പാടുകളാണ് ബുദ്ധിമുട്ടുകളാണെന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ ഈശോയുടെ തലയിലിരിക്കുന്നത് എന്താ? മുൾമുടിയാണ്. ഇനി ഞാൻ ആദ്യം പറഞ്ഞു, നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചെറിയ ചെറിയ ചെറുതും വലുതുമായ സഹനങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സന്തോഷങ്ങൾ നൽകുന്നതെന്നല്ലേ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെയൊക്കെ കുടുംബത്തിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ ഒരു സഹനത്തെക്കുറിച്ചൊന്ന് പറഞ്ഞേ. എന്തായിരിക്കാം? ആരായിരിക്കാം? അപ്പൻ രാവിലെ എഴുന്നേറ്റ് ഈ റബ്ബർ വെട്ടി പഠിപ്പിക്കാൻ വിടുന്നത്. ആ, പപ്പയൊക്കെ രാവിലെ ഒരു 4 മണിക്കൊക്കെ എഴുന്നേറ്റ് റബ്ബറൊക്കെ വെട്ടി പാലൊക്കെ എടുത്ത് അത് കൊണ്ടു കൊടുത്ത് തിരിച്ചു വന്ന് പിന്നെ പശുവിനെ കറന്ന് പിന്നെ സാധാരണ ജോലികളെടുത്ത് അവരിതെല്ലാം ഈ ചെറിയ ചെറിയ സഹനങ്ങളെല്ലാം കുടുംബത്തിൽ സന്തോഷമുണ്ടാകാനായിട്ടാണല്ലേ ചെയ്യുന്നത്. ഇനിയോ? അമ്മ രാവിലെ ഏറ്റ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കുന്നത്. അമ്മച്ചി രാവിലെ എഴുന്നേറ്റ് രുചികരമായ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളെ സ്കൂളിൽ പറഞ്ഞു വിടുന്നത്, വരുമ്പോഴത്തേക്ക് നമ്മുടെ ഉടുപ്പൊക്കെ അലക്കി വൃത്തിയാക്കി വെച്ച് വീണ്ടും നല്ല നല്ല ഭക്ഷണങ്ങൾ നൽകി നമ്മളെ സംരക്ഷിക്കുന്നത്. ഇതെല്ലാം സഹനങ്ങളാണ് ഒരു കണക്കിൽ പറഞ്ഞാൽ. പക്ഷെ അതെല്ലാം സന്തോഷമായിട്ടാണ് ഭവിക്കുന്നത്. മനസ്സിലായല്ലോ? ഇനി ഇതുപോലെ തന്നെയാണ് പ്രേക്ഷിത പ്രവർത്തനത്തിലും. ഈശോയെ നമുക്ക് ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കുറുക്കു വഴികളൊന്നുമില്ല. ഒരു മിഷണറി ഈശോയെ കൊടുക്കാനായിട്ട് ഒരു ഗ്രാമത്തിൽ ചെല്ലുമ്പോൾ ഷോർട്ട് കട്ട്സുകളൊന്നുമില്ല. നമുക്ക് ഈശോയെക്കുറിച്ച് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ജീവിതം കൊണ്ടും നമ്മുടെ പ്രഘോഷണം കൊണ്ടും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടും. പലപ്പോഴും അത്
പലർക്കും മനസ്സിലാകണം നിർബന്ധമില്ല. ചിലർ നമ്മളെ അടിക്കും, ചിലർ നമ്മളെ ഉപദ്രവിക്കും, ചിലർ നമ്മളെ അവിടെ നിന്ന് ഓടിക്കും. പക്ഷെ അതെല്ലാം സഹിക്കാൻ തയ്യാറായ ഒരാൾക്ക് മാത്രമേ യഥാർത്ഥത്തിൽ ഈശോയെ കൊടുക്കാനായിട്ട് കഴിയൂ. നമ്മൾ എന്തെങ്കിലും കുറുക്ക് വഴികളൊക്കെ ആയിട്ട് പോയി ഈശോയുടെ സ്നേഹം കൊടുക്കാൻ ശ്രമിച്ചാൽ അതൊന്നും ആരിലേക്കും എത്തില്ല. അങ്ങനെ ആത്മാർത്ഥമായൊരു സമർപ്പണത്തിൻ്റെയും ഒരു അധ്വാനത്തിൻ്റെയും ഫലമായിട്ടാണ് ഈശോയെ നമുക്ക് വേറൊരാൾക്ക് കൊടുക്കാനായിട്ട് കഴിയൂ. ഇനി ആരാ പാട്ട് പാടാനുള്ളത്? ജോസാണല്ലേ? ജോസിൻ്റെ പാട്ട് കേൾക്കാം. കണ്ടാലോ ആളറിയുകില്ല, ഉഴവുചാൽ പോൽ മുറിഞ്ഞിടുന്നു. കണ്ടാലോ മുഖ ശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടുന്നു. മകനേ മകളെ നീ മാന്യനായിടുവാൻ കാൽവരിയിൽ നിനക്കായി പിടഞ്ഞിടുന്നു. കാൽക്കരങ്ങൾ നിനക്കായി തുളയ്ക്കപ്പെട്ടു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. മകനേ നീ നോക്കുക, നിനക്കായി തകർന്നിടുന്നു. ബ്യൂട്ടിഫുൾ. എനിക്കറിയാം നിങ്ങളുടെ കയ്യിൽ ആപ്പിൾ ഇരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ കൈയടിക്കാൻ നിങ്ങൾക്ക് ആർക്കും പറ്റുന്നില്ലെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ ജോസിനെ പ്രോത്സാഹിപ്പിക്കേണ്ടിയിരിക്കുന്നു. നോക്കിക്കേ, നമ്മൾ എങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് എന്നാലും വീണ്ടും ഈശോയിലാണ് ചെന്ന് അവസാനിക്കുന്നത് അല്ലേ? ഈശോയുടെ സഹനങ്ങൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള പല സഹനങ്ങളും നിസ്സാരമാണെന്ന് നമുക്ക് മനസ്സിലാക്കും. നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടല്ലോ സഹനങ്ങൾ. നിങ്ങളൊക്കെ പഠിച്ച് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികളാണ്. അതെ. ഈസിയാണോ? അല്ലല്ലോ. അല്ല. രാവിലെ എഴുന്നേക്കണം, ശരിക്കും പഠിക്കണം. പ്രത്യേകിച്ച് പരീക്ഷ വരുമ്പോൾ പല കാര്യങ്ങളും വേണ്ടെന്ന് വെക്കണം. സിനിമ കാണാൻ പോകാൻ പറ്റില്ല, TV കാണാൻ പറ്റില്ല, ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, വാട്സപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷേ ഈ കഷ്ടപ്പാടെല്ലാം കഴിഞ്ഞ് അവസാനം പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ അയ്യോ ഞാൻ സിനിമ കണ്ടില്ലല്ലോ, എൻ്റെ വാട്സപ്പ് പോയല്ലോ, എൻ്റെ ഫേസ്ബുക്ക് പോയല്ലോ എന്നൊരിക്കലും നിങ്ങൾ ചിന്തിക്കാറില്ല. നിങ്ങൾ സന്തോഷിക്കുകയാണ്. ആ കഷ്ടപ്പാടുകളെല്ലാം സന്തോഷമായിട്ട് മാറുകയാണ് അല്ലേ? അങ്ങനെയെങ്കിൽ ഇനി നമുക്കൊരു നല്ലൊരു ഉദാഹരണം ആ സ്പോട്ടിൽ പോയി കാണാം. നമുക്ക് പ്രിയപ്പെട്ട ഒരു പുണ്യവതിയുണ്ട്, ഒരു വിശുദ്ധയുണ്ട്, അൽഫോൻസാമ. അൽഫോൻസാമയെ നമ്മൾ സഹനത്തിൻ്റെ പുത്രി എന്നാണ് വിളിക്കുന്നത് അല്ലേ? അതെ. നമുക്ക് ഭരണങ്ങാനത്തിനൊന്ന് പോയാലോ? അല്ലേ? ഈ ദിവസങ്ങളിൽ നമുക്ക് സമയം കിട്ടുന്നതനുസരിച്ച് നമുക്ക് ഭരണങ്ങാനത്ത് പോയി അൽഫോൻസാമയുടെ കബറിടത്തിൽ പ്രാർത്ഥിച്ച് നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കാം. ഈശോയെ, ഞങ്ങളുടെ ജീവിതത്തിലും ചെറുതും വലുതുമായ സഹനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സന്തോഷത്തോടെ സഹിക്കാനും അവളെപ്പോലെ ആ സഹനങ്ങളെ നല്ല രീതിയിൽ സ്വീകരിച്ച് നല്ല ജീവിതം നയിക്കുവാനും ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആ കബറിടത്തിൽ നമുക്ക് പോകാം. ഓക്കെ? റെഡിയാണല്ലോ അല്ലേ? ഓക്കെ. സഹനത്തിൻ്റെ പ്രശസ്തി എന്നറിയപ്പെടുന്ന വിശുദ്ധ അൽഫോൻസാമയുടെ പുണ്യഭൂമിയിലേക്ക് എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ഏറ്റവും ഹൃദ്യമായ സ്വാഗതം ഞാൻ ആശംസിക്കുകയാണ്. സഹനത്തിൻ്റെ വഴിയിലൂടെ എങ്ങനെ പ്രേക്ഷിതരാകാം എന്നതാണല്ലോ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെപ്പറ്റി നിങ്ങളോട് സംസാരിക്കുവാൻ എനിക്ക് ഏറെ സന്തോഷമുണ്ട്. കാരണം അൽഫോൻസാമ എന്ന് പറഞ്ഞാൽ തന്നെ അവൾ സഹനത്തിൻ്റെ ഒരു പ്രേക്ഷിതയായിരുന്നു. അൽഫോൻസാമ ദൂരെ എങ്ങും പോയിട്ടില്ലെന്ന് നമുക്കൊക്കെ അറിയാം. അവളുടെ പ്രേക്ഷിത ഭൂമി ഈ മുറികളും ഈ മുറ്റവും അതിൽ പള്ളിയിലേക്ക് പോകുന്ന വഴികളുമൊക്കെ ആയിരുന്നു അവളുടെ പ്രേക്ഷിത ഭൂമികൾ. പക്ഷേ ഈ ചുരുങ്ങിയ ദൂരത്തിനുള്ളിൽ അവൾ ഈശോയുടെ സഹനത്തിൻ്റെ വലിയ ഒരു പ്രേക്ഷിതയായി മാറിയെന്ന വിവരം നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. അൽഫോൻസാമയെ പറ്റി പറയുകയാണെങ്കിൽ അവൾ ഈശോയെ ഏറ്റവും ആത്മാർത്ഥമായി ഏറ്റവും ലളിതമായി സ്നേഹിച്ച ഒരു വ്യക്തിയായിരുന്നു. കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹിച്ച, കുഞ്ഞുങ്ങളിലൂടെ അറിയപ്പെട്ട ഒരു വിശുദ്ധയാണല്ലോ അൽഫോൻസാമ.
നിങ്ങളുടെ മുഖത്ത് ആ സന്തോഷം ഇപ്പോൾ കാണുവാനുണ്ട്. അൽഫോൻസാമ കുഞ്ഞുങ്ങളെ ഏറെ സ്നേഹിച്ചിരുന്നു. നമുക്കറിയാം, ഇവിടെ നിന്ന് ചാമ്പങ്ങ മരത്തിൻ്റെ ചുവട്ടിൽ കുട്ടികൾ കൂട്ടം കൂടി നിന്ന് അവളോട് ചാമ്പങ്ങ ചോദിക്കുകയും സുഹൃതജപങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ഞാൻ ചാമ്പങ്ങ തരാമെന്ന് പറഞ്ഞുകൊണ്ട് അവരെ കൊണ്ട് സുഹൃതജപങ്ങൾ ചൊല്ലിച്ച് ഈശോയിലേക്ക് കൂടുതൽ അവരെ അടുപ്പിച്ച ഒരു വലിയ വിശുദ്ധയാണ് നമ്മുടെ പ്രിയപ്പെട്ട അൽഫോൻസാമ. അൽഫോൻസാമ ഈശോയെ നോക്കി എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു, എൻ്റെ സഹോദരങ്ങൾ എന്നെ സ്നേഹിച്ചില്ലെങ്കിലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എൻ്റെ ഈശോയെ, എൻ്റെ സഹനങ്ങളും എൻ്റെ ത്യാഗങ്ങളുമൊക്കെ നീ വിലമതിക്കാതിരുന്നാൽ എനിക്ക് നിന്നോട് പിണക്കമാകും. അങ്ങനെ ഇണക്കവും പിണക്കവും കലർന്ന ഒരു ജീവിതശൈലി ഈശോയുടെ മടിയിൽ ഇരുന്ന് സ്വന്തമാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട അൽഫോൻസാമയെപ്പറ്റി ചിന്തിക്കുമ്പോൾ നമ്മൾക്കേവർക്കും ഹൃദയത്തിൽ വളരെ ആഹ്ലാദമുണ്ട്. ഇന്നത്തെ ലോകം സഹനം വരുമ്പോൾ എനിക്ക് സഹനം വേണ്ട, അതൊന്ന് മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അൽഫോൻസാമ പ്രാർത്ഥിച്ചത് എനിക്ക് സഹനം ഇനിയും വേണം, ഇതൊന്നും ആയിട്ടില്ല എന്നായിരുന്നു. അവളുടെ സഹനം മുഴുവൻ അവൾ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി, അവരുടെ പുണ്യപൂർത്തിക്ക് വേണ്ടി അവൾ കാഴ്ചവെക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മുടെ അൽഫോൻസാമ ജീവിച്ച ആ മുറികളും അവൾ കിടന്ന കട്ടിലും അവൾക്ക് ചാവറയച്ചൻ പ്രത്യക്ഷപ്പെട്ട മുറിയും അവളുടെ തിരുശേഷിപ്പുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലവുമൊക്കെ നമുക്കിനി വിശദമായി ഒന്ന് കാണാം. അതൊക്കെ കാണുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ വലിയ ആനന്ദം അലതല്ലുന്ന ഒരു അനുഭവം നമുക്കൊക്കെ ഉണ്ടാവും. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ആ വഴികളിലൂടെ ഇനി നടന്നു നീങ്ങാം. കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ അമ്മേ, പരീക്ഷയിൽ ഞങ്ങളെ ജയിപ്പിച്ച അമ്മേ, എന്നും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം അൽഫോൻസാമേ. കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ അമ്മേ, പരീക്ഷയിൽ ഞങ്ങളെ ജയിപ്പിച്ച അമ്മേ, എന്നും ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണം അൽഫോൻസാമേ. കൂട്ടുകൂടി കൈകൾ കൂപ്പി നിന്നരികിൽ വരാം, കളിച്ചും ചിരിച്ചും വരാം. കൂട്ടുകൂടി കൈകൾ കൂപ്പി നിന്നരികിൽ വരാം, കളിച്ചും ചിരിച്ചും വരാം. കഥ പറയില്ലേ അമ്മേ സ്വർഗ്ഗനാട്ടിൽ, ഈശോയോടൊത്തു വാഴും കഥ പറയില്ലേ. കഥ പറയില്ലേ അമ്മേ, കഥ പറയില്ലേ, സ്വർഗ്ഗത്തിലെത്തുവാൻ വഴി പറയില്ലേ. അപ്പോൾ പ്രിയ കൂട്ടുകാരെ, ഇത്രയും നേരം നമ്മൾ സഹനത്തെക്കുറിച്ചാണ് സംസാരിച്ചത് അല്ലേ? സഹനം ഒഴിവാക്കി സന്തോഷം ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്ക് ഒരു ഷോർട്ട് കട്ടുമില്ല, ഒരു കുറുക്കു വഴിയുമില്ല. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചെറുതും വലുതുമായ സഹനങ്ങളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും അവയെ സന്തോഷമാക്കി മാറ്റാനും ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്ന് ഈ ക്ലാസ്സിൽ സഹകരിച്ച് എല്ലാവർക്കും ഒത്തിരി നന്ദി. നമസ്കാരം.